السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد الأنبياء والمرسلين وآل كل والصحابة أجمعين. أما بعد فأوصيكم وإياي بتقوى الله رب العالمين. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. الصلاة والسلام عليك يا سيدنا يا خير خلق الله. قد بلغت الرسالة وأديت الأمانة ونصحت الأمة وجاهدت في الله حق جهاده. جزاكم الله عنا خير الجزاء. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فاستجاب لهم ربهم أني لا أضيع عمل عامل منكم من ذكر أو أنثى بعضكم من بعض فالذين هاجروا وأخرجوا من ديارهم وأوذوا في سبيلي وقاتلوا وقتلوا لأكفرن عنهم سيئاتهم ولأدخلنهم جنات تجري من تحتها الأنهار ثوابا من عند الله والله عنده حسن الثواب. صدق الله مولانا العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. عن عبد الله بن عمر رضي الله تعالى عنهما موقوفا لا هجرة بعد الفتح. ബഹുമാന്യരായ മുഹമ്മദ് കോയ അഹ്സനി അവറുകളെ, ബഹുമാന്യരായ മുഹമ്മദ് ബഷീർ ബാക്കവി അവറുകളെ, മറ്റ് ഉസ്താദുമാരെ, സഹോദരന്മാരെ, വളരെ പ്രാധാന്യമർഹിക്കുന്ന വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ സംവാദം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വിശുദ്ധ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. ഹിജറ കലണ്ടർ, ഇതാണ് ഞാൻ സംസാരിക്കേണ്ട വിഷയം. അൽ ഹിജറത്തു ഫിൽ ലുഗത്ത്. ഭാഷയിൽ ഹിജറ എന്ന് പറഞ്ഞാൽ വേർപിരിയുക, സ്വന്തം നാട് ഉപേക്ഷിക്കുക, ഇങ്ങനെയൊക്കെയാണ് ലോകത്തിൽ ഭാഷയിൽ ഹിജറ എന്ന് പറഞ്ഞാൽ. നാം ഉപയോഗിക്കുന്ന ഇസ്തിലാഹിൽ വിശുദ്ധ മക്കയിൽ നിന്നും വിശുദ്ധ മദീനയിലേക്ക് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുചരന്മാരായ സ്വഹാബത്തും നടത്തിയ പ്രസിദ്ധമായ ഹിജറ, അഥവാ നബിയുടെയും സ്വഹാബത്തിൻ്റെയും മദീനയിലേക്കുള്ള പലായനം, ഈ വിഷയം നാം ചർച്ചയ്ക്കെടുക്കുമ്പോൾ ധാരാളം വിഷയങ്ങൾ ഇതുമായി കടന്നു വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പ് ഹിജറ നടത്തിയവർ ആരൊക്കെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജറയുടെ പശ്ചാത്തലം എന്താണ്? അതിനുവേണ്ടിയുള്ള ആസൂത്രണങ്ങൾ എന്തൊക്കെയായിരുന്നു? എന്നാണ് ഹിജറ നിയമമാക്കിയത്? അത് നിയമമാക്കുന്നതിൻ്റെ മുമ്പ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഹിജറ ഉണ്ടായിട്ടുണ്ടോ? മഹാന്മാരായ സഹാബത്ത് ഹിജറ പോയ വിവിധ രൂപങ്ങൾ, വർത്തമാനകാലത്ത് ഹിജറ അനിവാര്യമാണോ, പ്രായോഗികമാണോ, ഹിജറയുടെ ഹുക്മ് എന്താണ്, ഈ രാജ്യത്ത് നിന്ന് ഇന്ത്യയിൽ നിന്ന് വല്ല ആളുകളും ഹിജറ പോയിട്ടുണ്ടോ തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഇതിൽ കടന്നു വരും. തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെയൊന്ന് ചർച്ചയ്ക്കിടുക എന്നത് തന്നെയാണ് ഈ സംവാദം കൊണ്ട് ലക്ഷ്യമിടുന്നത്. എല്ലാം പറയുക എന്നതല്ല,
ഇതിലേക്ക് ആഴ്ന്നിറങ്ങിയ ചിന്തകളും ആലോചനകളും വർത്തമാനകാലത്ത് നടക്കേണ്ടിയിരിക്കുന്നു. നേരത്തെ കയ്യെത്താത്ത ഉണ്ടായിരുന്ന പല വിഷയങ്ങളും കയ്യെത്തുന്ന അകലത്തിലാണ് ഇന്നുള്ളത്. അതിലേക്കൊക്കെ ശ്രദ്ധ ക്ഷണിക്കുക എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഹിജറ, അള്ളാഹുവിൻ്റെ റസൂൽ നടത്തിയ ഹിജറ അതൊരു പ്രബോധനത്തിൻ്റെ മാർഗമാണ്, ഒരു കുതിപ്പിന് വേണ്ടിയുള്ളതായിരുന്നു. തീർച്ചയായും ഹിജറ ഒളിച്ചോട്ടമായിരുന്നില്ല. സ്വന്തം നാട്ടുകാർ പ്രവാചകരുടെ പ്രബോധനം സ്വീകരിക്കാതെ വരുമ്പോൾ, പ്രബോധനം വേണ്ട രൂപത്തിൽ ഫലവത്താവാതെ വരുമ്പോൾ, പ്രവാചകന്മാർ സ്വീകരിക്കുന്ന പ്രബോധന ശൈലിയാണ് ഹിജറ. കൊല ചെയ്യുക, തടവിലാക്കുക, അന്നപാനീയങ്ങൾ തടയുക, ഇങ്ങനെ പ്രബോധന വീതിയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ പ്രബോധനത്തിന് അനുയോജ്യമായ സ്ഥലം തേടിപ്പോവുക എന്നത് മുൻകഴിഞ്ഞ പ്രവാചകന്മാർ കാണിച്ചു തന്ന മാതൃകയാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാം ഇവരൊക്കെ ഹിജറ നടത്തിയതായി ചരിത്രത്തിൽ കാണാൻ സാധിക്കും. പ്രവാചകരല്ലാത്ത ഗുഹാനിവാസികൾ ഹിജറ നടത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. ദഖിയാനൂസ് രാജാവിൻ്റെ കീഴിൽ ഈമാനികമായ യാതൊരു സൗകര്യവും ലഭിക്കുകയില്ല, ഏകനായ അള്ളാഹുവിനേക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റുകയില്ല എന്ന് കണ്ടപ്പോൾ അസ്ഹാബുൽ കഹ്ഫ് അവർ ഹിജറ പോയി. വഇദ് ഇഅ്തസൽതുമൂഹും വമാ യഅ്ബുദൂന ഇല്ലല്ലാഹ ഫഊ ഇലൽ കഹ്ഫ്. അൽ കഹ്ഫ് സൂറത്തിൽ 16-ാമത്തെ ആയത്തിൽ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫഊ ഇലൽ കഹ്ഫ്. അഭയം നൽകാൻ ഒരു സ്ഥലവും ഒരു ഇടവും ഇല്ലാത്ത ആ കാലഘട്ടത്തിൽ ഒരു രാജ്യമോ പ്രദേശമോ അല്ലെങ്കിൽ ഒരു കൂട്ടമോ അഭയം നൽകാൻ ഇല്ലാതെ വന്നപ്പോൾ അഭയാർത്ഥികളായി ഹിജറ പോയി അസ്ഹാബുൽ കഹ്ഫ് 7 പേർ. ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പരിചയപ്പെടുത്തിയത് ചെറുപ്പക്കാരാണ്, അള്ളാഹുവിൽ വിശ്വാസമർപ്പിച്ച ചെറുപ്പക്കാരാണ്. അവർക്കവിടെ നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ അള്ളാഹുവിനേക്ക് ഇബാദത്ത് ചെയ്യാൻ അനുവദിക്കാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അവർ ഗുഹയിലേക്ക് പോയ സംഭവം അൽ കഹ്ഫ് സൂറത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ആ അൽ കഹ്ഫ് സൂറത്ത് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നാം പാരായണം ചെയ്തുകൊണ്ട് മുസൽമാൻ ഹിജറയെക്കുറിച്ച് എപ്പോഴും ഓർത്തിരിക്കണം എന്നതായിരിക്കാം ആ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അൽ കഹ്ഫ് ഓതാൻ നമ്മോട് കൽപ്പിക്കപ്പെട്ടത്. എപ്പോഴും നാം ഹിജറയെപ്പറ്റി ബോധവാന്മാരായിരിക്കണം. ഈ രാജ്യത്ത് നിന്ന് തന്നെ, നമ്മുടെ രാജ്യത്ത് തന്നെ ഹിജറ പോവുകയും മുഹാജിർ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തിരുന്ന പണ്ഡിതന്മാരുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ ഇവരെ ഭരണം നടത്തിയിരുന്ന കാലം മഹാന്മാരായ നവാബുമാരടക്കമുള്ള ഭരണാധികാരികൾ അവരുടെ ഭരണം തകർക്കപ്പെട്ടപ്പോൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രഭ ഇവിടെ ഈ രാജ്യത്ത് നിലനിർത്താൻ കഴിയാത്ത അവസ്ഥ വന്നപ്പോൾ മഹാന്മാരായ ഉലമാക്കൾ ഇവിടെ നിന്ന് ഹിജറ പോയിട്ടുണ്ട്. വെല്ലൂർ ബാഖിയത്തുസ് സ്വാലിഹാത്ത് അറബി കോളേജിൻ്റെ സ്ഥാപകൻ 1919 വഫാത്തായ മഹാനായ ശംസുൽ ഉലമ ഷാഹ് അബ്ദുൽ വഹാബ് ഹളറത്ത് നവ്വറല്ലാഹു മർഖദഹു മഹാനവരുടെ പ്രധാന ഗുരുവര്യർ സൈനി ദഹ്ലാൻ റഹ്മത്തുള്ളാഹി അലൈഹി 4 മദ്ഹബിലും ഫത്വ കൊടുത്തിരുന്ന, പ്രത്യേകിച്ച് ഷാഫിഈ മദ്ഹബിൽ ഫത്വ കൊടുത്തിരുന്ന മക്കയിലെ മുഫ്തിയായ അല്ലാമ സൈനി ദഹ്ലാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രമുഖ ശിഷ്യനായ ബഹുമാനപ്പെട്ട റഹ്മത്തുള്ളാഹിൽ കിറാനവി 1884 ആഗ്രയിൽ വെച്ച് ഫാദർ പെൻഡറുമായി നടന്ന സംവാദം 14 പാതിരിമാർ സംഘടിക്കുകയും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ വെല്ലുവിളിക്കുകയും ബൈബിളാണ് സത്യം, വിശുദ്ധ ഖുർആനിൽ വൈരുദ്ധ്യതയുണ്ട് എന്നൊക്കെ ഉറക്കെ പറയുകയും ഇതിനെ എതിർക്കാൻ ഇവിടെ മുസ്ലിം പണ്ഡിതന്മാർക്ക് സാധ്യമല്ലെന്ന് പറഞ്ഞ് മുസ്ലിം പണ്ഡിതന്മാരെ വെല്ലുവിളിച്ചപ്പോൾ 1 വർഷം എനിക്ക് സമയം വേണമെന്ന്
അവരോട് റഹ്മത്തുള്ളാഹിൽ ഖീറാനവി ആവശ്യപ്പെട്ടു. പക്ഷേ അവരുടെ ഗ്രന്ഥങ്ങളെല്ലാം ഇംഗ്ലീഷിലും ഇതര ഭാഷകളിലുമുള്ള ഗ്രന്ഥങ്ങളെല്ലാം വഫാത്താകുമ്പോൾ 36 വയസ്സുള്ള റഹ്മത്തുള്ളാഹിൽ ഖീറാനവി റഹ്മത്തുള്ള മഹാനവറുകൾ കേവലം 5.5 മാസം കൊണ്ട് എല്ലാം റെഫർ ചെയ്ത് ഫാദർ പെൻഡറുമായി ആഗ്രയിൽ വെച്ച് 3 ദിവസം സംവാദം നടത്തി. ആ 3 ദിവസത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദൈവപുത്രനാണെന്ന് സ്ഥാപിക്കാൻ കഴിയുമോ? ബൈബിളിലുള്ള വൈരുദ്ധ്യങ്ങളെല്ലാം മഹാനവറുകൾ തുറന്നു കാട്ടി. അങ്ങനെ മഹാനവറുകൾ രചിച്ച ഗ്രന്ഥങ്ങളാണ് ഇൽഹാറുൽ ഹഖ്. അതിൻ്റെ 2 വാല്യങ്ങൾ. ആ ഇൽഹാറുൽ ഹഖാണ് അന്ന് മുതൽ ഇന്നേ വരെ ക്രിസ്ത്യൻ മിഷനറിമാർക്കെതിരെ ദീദാത്തടക്കമുള്ള ആൾക്കാർ ഉപയോഗിച്ചിരുന്നത് ആ ഇൽഹാറുൽ ഹഖാണ്. അതിനുശേഷം ഫാദർ പെൻഡർ മീസാനുൽ ഹഖ് എന്ന അറബി നാമത്തിൽ അദ്ദേഹം അറബി ഭാഷ പഠിച്ച് മീസാനുൽ ഹഖ് എന്നുള്ള അറബി നാമത്തിൽ ഗ്രന്ഥം എഴുതുകയും അതിനെ ഗണ്ണിച്ചുകൊണ്ട് മഹാനായ റഹ്മത്തുള്ളാഹിൽ ഖീറാനവി വീണ്ടും മഹാനവറുകൾ ഇസാലത്തു ശുക്കൂക്ക് എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതുകയും അങ്ങനെ മഹാനവറുകൾക്ക് ഈ രാജ്യത്ത് നിന്ന് ഹിജറ പോകേണ്ട സാഹചര്യമുണ്ടായി. ഇവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി. സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായ പങ്കാളിയായതുകൊണ്ട് പ്രത്യക്ഷമായി ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് നാട് കടത്താൻ വേണ്ടി തീരുമാനിക്കുകയും റഹ്മത്തുള്ളാഹിൽ ഖീറാനവിയുടെ സ്ഥലവും എല്ലാ സ്വത്തുക്കളും ജപ്തി ചെയ്യുകയും അങ്ങനെ വേഷപ്രച്ഛന്നനായി മക്കയിലേക്ക് ഹിജറ പോയി. മുഹാജിറെ മക്കി എന്ന പേരിൽ മഹാനവറുകൾ അറിയപ്പെടുന്നു. ഇംദാദുല്ലാ മുഹാജിറെ മക്കിയും റഹ്മത്തുള്ളാഹിൽ ഖീറാനവിയും രണ്ടുപേരും കൂടിയാണ് മക്കയിലേക്ക് ഇവിടെ നിന്ന് കാൽനടയായി ഹിജറ പോയത്. അങ്ങനെ ഹിജറ പോയ ആളുകളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഹിജറ പോകേണ്ട സാഹചര്യമുണ്ടായി. അങ്ങനെ ഹിജറ പോകേണ്ട സാഹചര്യമുണ്ടായിട്ട് ഹിജറ പോകാത്ത ആളുകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നിസാ 97-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, ഇന്നല്ലദീന തവഫാഹുമുൽ മലായികത്തു ളാലിമീ അൻഫുസിഹിം ഖാലൂ ഫീമ കുൻതും ഖാലൂ കുന്നാ മുസ്തദ്അഫീന ഫിൽ അർള് ഖാലൂ അലം തകുൻ അർളുല്ലാഹി വാസിഅതൻ ഫതുഹാജിറൂ ഫീഹാ ഫഉലൈക മഅവാഹും ജഹന്നമ വസാഅത് മസീറാ. മരണസമയത്ത് അക്രമകാരികളായി മരണപ്പെടുന്ന ഹിജറ പോകേണ്ട ആളുകൾ ഹിജറ പോകാതെ അങ്ങനെയുള്ള ആളുകൾ മരണസമയത്ത് മലായികത്ത് അവരോട് ചോദിക്കും, ഫീമ കുൻതും, എന്താ നിങ്ങൾ കാണിച്ചിരുന്നത്? ഖാലൂ കുന്നാ മുസ്തദ്അഫീന ഫിൽ അർള്, ഞങ്ങൾ ഇവിടെ ദുർബലരായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ഹിജറ പോകാൻ കഴിഞ്ഞില്ല. എന്ന ആ സമയത്ത് അവർ പറയുമ്പോൾ അള്ളാഹു പറയും, അലം തകുൻ അർളുല്ലാഹി വാസിഅതൻ ഫതുഹാജിറൂ ഫീഹാ, അള്ളാഹുവിൻ്റെ ഭൂമി വിശാലമല്ലയോ, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഹിജറ പോയി കൂടായിരുന്നില്ലേ എന്ന് ചോദിക്കുമെന്ന് വിശുദ്ധ ഖുർആനിൽ അൻ-നിസാ സൂറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു കസീർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഖാല ഇബ്നു കസീർ അൽ ആയത്തുൽ കരീമത്തു ആമ്മത്തുൻ ഫീ കുല്ലി മൻ അഖാമ ബൈന ദഹ്റാനയിൽ മുശ്രിക്കീൻ വഹുവ ഖാദിറുൻ അലൽ ഹിജ്റ വലൈസ മുതമക്കിനൻ മിൻ ഇഖാമത്തി ദീനി ഫഹുവ ളാലിമുൻ ലിനഫ്സിഹി മുർതകിബുൻ ഹറാമൻ ബിൽ ഇജ്മാ. ഹിജ്റ പോകേണ്ട ഘട്ടത്തിൽ ഹിജ്റ പോകാതെ തങ്ങി നിൽക്കുന്ന ആളുകൾ ഹറാമ് ചെയ്യുന്നവരാണ്, അത് ഇജ്മാ ആണ്. മഹാനായ ഇബ്നു കസീർ റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ കിതാബിൽ തഫ്സീറിൽ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. അതോടുകൂടെ തന്നെ ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു ശറഹ് മുസ്ലിമിൽ 9-ാം വാള്യം 123-ാമത്തെ പേജിൽ പറയുന്നുണ്ട്, അൽ ഖാലൽ ഉലമാ വൽ ഹിജ്റത്തു മിൻ ദാരിൽ ഹർബി ഇലാ ദാരിൽ ഇസ്ലാം ബാഖിയത്തുൻ ഇലാ യൗമിൽ ഖിയാമ. ഈ ഹിജ്റ ദാറുൽ ഹർബിൽ നിന്ന് ദാറുൽ ഇസ്ലാമിലേക്കുള്ള ഹിജ്റ ബാഖിയത്തുൻ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരേക്കും ഈ ഹിജ്റ നിലനിൽക്കുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ലാ ഹിജ്റത ബഅദൽ ഫത്ഹി എന്ന് പറയുന്ന ഹദീസിൻ്റെ അർത്ഥം എന്താണ്? വഫീ തഅ്വീലി ഹാദൽ ഹദീസ് ഖൗലാനി അഹദുഹുമാ ലാ ഹിജ്റത ബഅദൽ ഫത്ഹി മിൻ മക്ക ലിഅന്നഹാ സാറത്ത് ദാറ ഇസ്ലാം. മക്കയിൽ നിന്നുള്ള ഹിജ്റ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. മക്കം ഫത്ഹിന് ശേഷം മക്കയിൽ നിന്നുള്ള ഹിജ്റ അതില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരർത്ഥം ലാ ഹിജ്റത ബഅദൽ ഫത്ഹി ഫദ്ലുഹാ കഫദ്ലിഹാ ഖബ്ലൽ ഫത്ഹ്.
മക്കം ഫതഹിൻ്റെ മുമ്പുണ്ടായിരുന്നത് പോലെയുള്ള ശ്രേഷ്ഠത മക്കം ഫതഹിന് ശേഷം ഇല്ല എന്നാണ് അതുകൊണ്ടുള്ള ഉദ്ദേശമെന്ന് ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു ശറഹ് മുസ്ലിമിൽ പറഞ്ഞിട്ടുണ്ട്. തുഹ്ഫത്തുൽ മുഹ്താജ് 9269 ഹിജറയെ പറ്റി പരാമർശിക്കുന്ന സ്ഥലത്ത് ഇമാം നബവി റളിയല്ലാഹു അൻഹുവിൻ്റെ മിൻഹാജും തുഹ്ഫയും കൂടി നോക്കുമ്പോൾ അവിടെ 9-ാം വാള്യത്തിൽ 269-ാമത്തെ പേജിൽ പറയുന്നുണ്ട്, വ ഇല്ലാ യുംകിൻഹു ഇൽഹാറു ദീനിഹി ഔ ഖാഫ ഫിത്നതൻ ഫീ ദീനിഹി വജബത്തിൽ ഹിജ്റ ഇൻ അതാഖഹ. ഹിജ്റയ്ക്ക് കഴിവുണ്ടെങ്കിൽ അവിടെ ദീൻ പ്രകടിപ്പിക്കുവാനോ അല്ലെങ്കിൽ ദീൻ അനുസരിച്ച് ജീവിക്കുമ്പോൾ ഫിത്നയോ ഭയപ്പെടുന്ന ഘട്ടത്തിൽ ഔ ഖാഫത്ത് ഫിത്നതൻ ഫീ ദീനിഹി, വിശ്വാസപരമായി അവനക്ക് വല്ല നാശവും സംഭവിക്കുമെന്ന് കണ്ടാൽ വജബത്തിൽ ഹിജ്റ നിർബന്ധമാണ്. ഇന്നത്താഖഹ, അതിന് കഴിവുണ്ടെങ്കിൽ ഹിജ്റ പോകണം. കഴിവുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് പോകാനും അഭയം നൽകാൻ പറ്റുന്ന സ്ഥലവും ഉണ്ടെങ്കിൽ എന്നൊക്കെ അതിനർത്ഥമുണ്ട്. അഭയം നൽകാൻ പറ്റുന്ന സ്ഥലം വേണം, രാഷ്ട്രപരമായിട്ടുള്ള സൗകര്യങ്ങൾ വേണം. ഇങ്ങനെ പല മാനകളും ഇൻ അതാഖഹ എന്ന ആശർത്തിയായ ജുംലക്കുണ്ടെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ മിൻഹാജിൽ തന്നെ പറയുന്നത് വൽ മുസ്ലിമു ബിദാരി കുഫിരിൻ ഇൻ അംകനഹു ഇൽഹാറു ദീനിഹി, ദാറുൽ കുഫറിൽ ഈമാൻ ഇസ്ലാം പ്രകടമാക്കാൻ കഴിയുമെങ്കിൽ ഉസ്തുഹിബ്ബ ലഹുൽ ഹിജ്റ, ആ ഘട്ടത്തിൽ ഹിജ്റ സുന്നത്താക്കപ്പെടും. അപ്പോൾ ഹിജ്റയുടെ ഇപ്പോഴത്തെ ഹുക്മ് അത് ഒരു ഘട്ടത്തിൽ നിർബന്ധമാണ്, മറ്റൊരു ഘട്ടത്തിൽ ഹിജ്റ അത് സുന്നത്തായി വരുമെന്നാണ് തുഹ്ഫയിൽ നിന്ന് വരുന്നത്. ഹിജ്റ സംബന്ധമായി ധാരാളം സൂക്തങ്ങളുണ്ട്. അൽ ബഖറ 218, അന്നിസാ 97 മുതൽ 100 വരെ, ആലി ഇംറാൻ 195, അത്തൗബ 20-40, അന്നഹൽ 41, അൽ ഹശ്ർ 8-ാമത്തെ സൂക്തം, അൽ അംഫാൽ 74. ഈ സൂക്തങ്ങളിലൊക്കെ തന്നെ ഹിജ്റയെ സംബന്ധിച്ച് പരാമർശമുണ്ട്. ഹിജ്റ സംബന്ധമായി ബാബു ഹിജ്റത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഅസ്ഹാബിഹി ഇലൽ മദീന എന്ന് പറഞ്ഞിട്ട് ഒരു ബാബ് തന്നെ മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു തൻ്റെ സഹീഹുൽ ബുഖാരിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. കിതാബുൽ മഗാസിയിൽ 45-ാമത്തെ അധ്യായമായ കിതാബുൽ മഗാസിയിൽ ബാബു ഹിജ്റത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറഞ്ഞിട്ടൊരു അധ്യായം തന്നെ സഹീഹുൽ ബുഖാരിയിൽ കാണാം. ഫത്ഹുൽ ബാരി 706 മുതൽ ഈ ഹിജ്റ സംബന്ധമായ വിശാലമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതോടുകൂടെ പ്രിയപ്പെട്ടവരെ, ഹിജ്റയുടെ മഹത്വം സൂറത്തു ആലി ഇംറാൻ 195-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പറയുന്നുണ്ട്, അഥവാ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ഇലാ ആഖിരിൽ ആയ. ആലി ഇംറാൻ്റെ 190 മുതൽ 200 വരേക്കുമുള്ള ആയത്ത്. അതിൻ്റെ തുടക്കത്തിൽ മുഅ്മിനീങ്ങളായ ആളുകൾ പറയുന്നു, ഫആമന്ന റബ്ബന ഫഗ്ഫിർ ലനാ ദുനൂബന, അല്ലാഹുവേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ പുറത്തുകൊണ്ട, വകഫിർ അന്നാ സയ്യിആതിന വതവഫന മഅൽ അബ്റാർ റബ്ബന വആതിന മാ വഅദ്തന അലാ റുസുലിക് വലാ തുഖ്സിനാ യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ്. ഇങ്ങനെ ധാരാളം വിഷയങ്ങൾ മുഅ്മിനീങ്ങൾ അല്ലാഹുവിനോട് സമർപ്പിച്ചതിന് ശേഷം അല്ലാഹു അതിന് മറുപടി പറയുകയാണ്, ഫസ്തജാബ ലഹും റബ്ബുഹും അന്നി ലാ ഉളീഉ അമല ആമിലിൻ മിൻകും മിൻ ദക്രിൻ ഔ ഉൻസാ ബഅദുക്കും മിൻ ബഅദ്. ആ ദുആക്ക് മുഅ്മിനീങ്ങളെ ദുആക്ക് അല്ലാഹു ഉത്തരം നൽകി എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നു, ഫല്ലദീന ഹാജറു, ഹിജ്റ പോയ ആളുകൾ, വ ഉഖ്രിജൂ മിൻ ദിയാരിഹിം, വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകൾ, ഊദൂ ഫീ സബീലി, എൻ്റെ മാർഗത്തിൽ പീഡനം അനുഭവിക്കേണ്ടി വന്ന ആളുകൾ, വഖാതലു വഖുതിലു ലഉകഫിറന്ന അൻഹും സയ്യിആതിഹിം വലഉദ്ഖിലന്നഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സവാബൻ മിൻ ഇൻദില്ലാഹ് വല്ലാഹു ഇൻദഹു ഹുസ്നുസ് സവാബ്. മിനീങ്ങളായ ആളുകൾ അള്ളാഹുവിനോട് വിഷയങ്ങളൊക്കെ സമർപ്പിച്ചപ്പോൾ അള്ളാഹ് കൊടുത്ത മറുപടി, പ്രയാസവും വിഷമങ്ങളൊക്കെ അനുഭവിച്ച് അതൊക്കെ സഹിച്ച് ഹിജ്റ പോയ ആളുകൾ, അവർക്ക് ഞാൻ അവരുടെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കും. അതുകൊണ്ട് തന്നെയാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആലു ഇംറാൻ സൂറത്തിലെ 190 ആയത്ത് മുതൽ 10 ആയത്തുകൾ എഴുന്നേറ്റ ഉടനെ, രാവിലെ എഴുന്നേറ്റ ഉടനെ ആ ആയത്തുകൾ ഓതിക്കൊണ്ടാണ് അവിടുത്തെ ജീവിതം തുടങ്ങാറുള്ളത്. അവിടുത്തെ അസ്വാജുൽ മുത്തഹറാത്ത് കാര്യം പറയുന്നുണ്ട്. അങ്ങനെയായിരുന്നു ജീവിതം തുടങ്ങിയിരുന്നത്. ആ ആയത്തുകൾ എഴുന്നേറ്റിരുന്ന് ഓതിയതിനു ശേഷമാണ്
വുളൂ ചെയ്യാനും മറ്റു വിഷയങ്ങൾക്കും റസൂലുള്ളാഹി പുറത്തേക്ക് പോകാറുള്ളത്. ഇമാം ഖല്ലൂബി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അല്ലാഹുവിൻ്റെ റസൂൽ എഴുന്നേറ്റിരുന്ന് 2 വിരലുകളെ കൊണ്ട് കണ്ണിങ്ങനെ തിരുമ്മും. ഖല്ലൂബി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തിരുമ്മൽ സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തിരുമ്മിയിട്ട് ഈ ആയത്തുകൾ ഓതിക്കഴിഞ്ഞിട്ടാണ് 10 ആയത്തുകളും ഓതുന്നു. ഈ ആയത്തിൽപ്പെട്ട 195 ആയത്താണല്ലോ ഫസ്തജാബ ലഹും റബ്ബുഹും. ഹിജറയെ സൂചിപ്പിക്കുന്ന ആയത്താണല്ലോ. ഓരോ ദിവസവും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അവിടുത്തെ ശേഷം സഹാബത്ത്, താബിഈങ്ങൾ, ഇന്ന് നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ മശായിഖന്മാർ, ഉസ്താദുമാർ, വിശിഷ്യ ബഹ്റുൽ ഉലൂം ഒക്കെ ഉസ്താദ് അവറുകൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ഖബർ പ്രകാശിപ്പിക്കുമാറാകട്ടെ. മുഹമ്മദ് കോയ അഹ്സനി, അതുപോലെ തന്നെ ബഷീർ ബാക്കവി, ഈ വിനീതൻ, ഇവരുടെയൊക്കെ ഉസ്താദുമാരുടെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട ബഹ്റുൽ ഉലൂം ഒക്കെ ഉസ്താദ് അവറുകൾ. അവർ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ഈ 10 ആയത്തുകൾ ഓതുന്നത് അവരുടെ ദർസിൽ ഓതിയിരുന്ന എല്ലാ മുതഅല്ലിമീങ്ങൾക്കും അറിയാം. ഇതോതിയാണ് മഹാനായ ഓക്കെ ഉസ്താദ് മറ്റ് കർമ്മങ്ങളിലേക്ക് പോകാറുള്ളത്. ഇന്നും നമ്മുടെ മശായിഖന്മാരെ അങ്ങനെ തന്നെയാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിജറയെ പറ്റി പറയുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതുന്നു, മഹാന്മാർ ഓതുന്നു. എല്ലാവരും എല്ലാ ദിവസവും ഹിജറയെപ്പറ്റി ഓർക്കുകയാണ്, ഹിജറയെപ്പറ്റി ഓർക്കുകയാണ്. ഈ കാര്യം നാം ഓർക്കേണ്ടതാണ്. അങ്ങനെ ദിവസവും ഹിജറയെപ്പറ്റി ഓർക്കുന്നു. അതോടുകൂടെ തന്നെ ആഴ്ചയിൽ ഒരിക്കൽ അസ്ഹാബുൽ കഹ്ഫിൻ്റെ ഹിജറയെ സംബന്ധിച്ച് നമ്മൾ പരാമർശിക്കുന്നു. മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹിജറ ഇടയ്ക്കിടയ്ക്ക് ഓർത്തുകൊണ്ടിരിക്കണം. അത് ഖിയാമത്ത് നാൾ വരേക്കും ഉണ്ടെന്ന് ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു ശറഹ് മുസ്ലിമിൽ പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹാനായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഹിജറക്ക് അനുമതി കൊടുത്തത് നുബുവത്ത് മുതൽ 13-ാം കൊല്ലത്തിലാണ്, അല്ലെങ്കിൽ 14-ാം കൊല്ലത്തിലാണ്. നുബുവത്ത് മുതൽ 13-ാം കൊല്ലമാണോ 14-ാം കൊല്ലമാണോ എന്ന ഒരു ഇഖ്തിലാഫ് ഉണ്ട്. അതിനെ ജംഅ് ചെയ്തിട്ടുമുണ്ട്. അത് വിശദമായി ഇവിടെ പിന്നീട് പറയപ്പെടും. അപ്പോൾ നുബുവത്തിൻ്റെ 13-ാം കൊല്ലത്തിൽ അല്ലെങ്കിൽ നുബുവത്തിൻ്റെ 14-ാം വർഷത്തിലാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജറ പോകുന്നത്. ആ ഹിജറക്ക് അനുമതി കൊടുത്തുകൊണ്ടുള്ള ആയത്ത് സൂറത്തുൽ ഇസ്രായിലെ ആയത്താണ് അതിന് അനുമതി കൊടുത്തത്. വഖുർ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജഅൽ ലീ മിൻ ലദുൻക സുൽത്താനൻ നസീറാ എന്ന ആയത്താണ് ഹിജറക്ക് അനുമതി കൊടുത്ത ആയത്തെന്ന് സുബുലുൽ ഹുദ വർ-റഷാദ് 238-ാമത്തെ പേജിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഹിജറക്ക് അനുമതി കൊടുത്ത ആയത്ത് അതായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജറ നടത്തിയ മാസം ഏതാണ്? അല്ലാഹുവിൻ്റെ റസൂൽ ഹിജറ നടത്തിയ മാസം അത് റബീഉൽ അവ്വൽ മാസമാണ്. റബീഉൽ അവ്വൽ മാസത്തിലാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജറ പുറപ്പെട്ടത്. ഖാല ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി ഫത്ഹുൽ ബാരി 7/268 ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു അസ്ഖലാനി തങ്ങൾ ഹാഫിദ് ദുനിയ വിശദീകരിക്കുന്നു. വജസമ ഇബ്നു ഇസ്ഹാഖ് ബിഅന്നഹു ഖറജ അവ്വല യൗമിൻ മിൻ റബീഉൽ അവ്വൽ. റബീഉൽ അവ്വൽ 1-ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജറ പുറപ്പെട്ടു. വകദാ ജസമ ബിഹി അൽ-ലമവി വഖദമൽ മദീന. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്ത് എത്തിയത് ലിസ്നതൈ അശറത ഖലത്ത് മിൻ റബീഉൽ അവ്വൽ. റബീഉൽ അവ്വൽ 12-നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെത്തിയത്. പുറപ്പെട്ടത് റബീഉൽ അവ്വൽ 1-ന്, മദീനത്ത് എത്തുന്നത് റബീഉൽ അവ്വൽ 12-ന്. ഖുൽതു ഹാഫിദ് ദുനിയ ഇബ്നു ഹജർ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ പറയുന്നു, വഅലാ ഹാദാ, ഈ അഭിപ്രായ പ്രകാരം ഖറജ യൗമൽ ഖമീസ്. അല്ലാഹുവിൻ്റെ റസൂൽ ഹിജറ പുറപ്പെടുന്നത് വ്യാഴാഴ്ച ദിവസമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ ഹിജറ പുറപ്പെടുന്ന മാസം അത് റബീഉൽ അവ്വലിലാണ്. അവിടുന്ന് ഹിജറ പുറപ്പെട്ട ദിവസം വ്യാഴാഴ്ചയായിരുന്നു എന്ന് ഫത്ഹുൽ ബാരിയിൽ കാണുന്നു. ആദ്യമായി ഹിജറ പുറപ്പെട്ടത് മഹാനായ അബൂ സലമ റളിയല്ലാഹു തആല അൻഹു ആണെന്നും മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു ആണെന്നും ഈ രണ്ടഭിപ്രായവും ഫത്ഹുൽ ബാരി 7/268 രേഖപ്പെടുത്തിയിട്ടുണ്ട്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോകുന്നതിൻ്റെ ഏകദേശം ഒരു വർഷം മുമ്പ് തന്നെ അവർ ഹിജ്റ പോയതായും മഹാന്മാരായ പണ്ഡിതന്മാർ എഴുതി വച്ചിട്ടുണ്ട്. ഇനി നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോയത് റബീഉൽ അവ്വൽ 1-നാണെന്നും മദീനത്ത് എത്തിയത് റബീഉൽ അവ്വൽ 12-നാണെന്നും രേഖപ്പെടുത്തപ്പെട്ട ഒട്ടനവധി കിതാബുകളുണ്ട്. അദ്ദുറർ ഫി ഇഖ്തിസാരിൽ മഗാസി വസിയർ, മഹാനായ അല്ലാമ ഇബ്നു അബ്ദുൽ ബറിൻ്റെ അദ്ദുറർ എന്ന കിതാബിൽ, മുഹമ്മദ് റിള തൻ്റെ മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുന്ന കിതാബിൽ, അൽ ബിദായത്ത് വൻ നിഹായയിൽ, അതേപോലെ തന്നെ ഉസുദുൽ ഗാബ, ഷർഹു സുർഖാനി അലൽ മവാഹിബിൽ ലദുന്നിയ, താരീഖുൽ കബീർ ഇബ്നു അബി ഹൈസമ, താരീഖുൽ ഉമമി വൽ മുലൂക്ക് തുടങ്ങിയ കിതാബുകളിലൊക്കെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ റബീഉൽ അവ്വൽ 1-ന് പുറപ്പെട്ടു. റബീഉൽ അവ്വൽ 12-നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്ത് എത്തിയത് എന്ന് കാണാം. ഇതനുസരിച്ച് അതിൻ്റെ ക്രിസ്തു വർഷം കൂട്ടുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യാഴാഴ്ച പുലർച്ചെ, റബീഉൽ അവ്വൽ 1 വ്യാഴാഴ്ച പുലർച്ചെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ AD 621 സെപ്റ്റംബർ മാസം 24-ാം തീയതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്നിറങ്ങി. നേരെ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ നിന്ന് വേണ്ട സൗകര്യങ്ങളെല്ലാം സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചെയ്തു കൊടുത്തു. ഫത്ഹുൽ ബാരി 7-336 കാണാം, ലൈലത്തുൽ ജുമുഅ വലൈലത്തുൽ സബ്തി വലൈലത്തുൽ അഹദ്, ഈ 3 രാത്രികളും ഹിറാ ഗുഹയിൽ താമസിച്ചു, സൗർ പർവ്വതത്തിൽ താമസിച്ചു. സൗർ ഗുഹയിൽ ഈ 3 രാത്രികളും താമസിച്ചത് ഫത്ഹുൽ ബാരിയിലും മറ്റ് കിതാബുകളിലൊക്കെ കാണാം. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ വീട്ടിൽ നിന്ന് നേരെ ആ ദിവസം തന്നെ വ്യാഴാഴ്ച തന്നെ നേരെ സൗർ പർവ്വതത്തിലേക്ക് പോയതായും അവിടെ മഹാനവറുകൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ കൂടെ താമസിച്ചതായും ഫത്ഹുൽ ബാരിയിൽ കാണാൻ സാധിക്കും. ഇതടിസ്ഥാനത്തിൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബീഉൽ അവ്വൽ 12 ഒക്ടോബർ 5 AD 621 തിങ്കളാഴ്ച മദീനയിൽ എത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. ഇനി മറ്റൊരു അഭിപ്രായത്തിൽ മുബാറക് ഫൂരി അർ-റഹീഖുൽ മഖ്തൂമിലൊക്കെ എഴുതി വെച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഫർ 27-ന് പുറപ്പെട്ടു എന്നാണ്. സഫർ 27-ന് പുറപ്പെട്ടു. അത് AD 622 സെപ്റ്റംബർ മാസം 12 അല്ലെങ്കിൽ 13 ആയിരിക്കും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 622 AD 622 സെപ്റ്റംബർ മാസം 23 തിങ്കളാഴ്ച റബീഉൽ അവ്വൽ 8-ന് ഖുബയിലെത്തി. അങ്ങനെ അവിടെ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ദുഖൂൽ ഖുബാ യൗമുൽ ഇസ്നൈൻ കമാ ഫി സ്വഹീഹ്, യൗമുൽ ഇസ്നൈനിൽ തന്നെയാണ് അവിടെ പ്രവേശിച്ചതെന്ന് സഹീഹുൽ ബുഖാരിയിലൊക്കെ കാണാം. അവിടെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താമസിച്ചു. അഖാമ ബിൽ ഖുബാഇ 4 അയ്യാം അൽ ഇസ്നൈൻ വസ്സലാസാ വൽ അർബിആ വൽ ഖമീസ്, അവിടെ താമസിച്ച് ജുമുഅ ബനി അംർ ബിൻ സാലിമിൻ്റെ ആ പള്ളിയിൽ വെച്ച് നിസ്കരിച്ചതിന് ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെള്ളിയാഴ്ച ജുമുഅക്ക് ശേഷം ഇന്ന് മദീനത്തെ പള്ളി നിലകൊള്ളുന്ന ആ സ്ഥലത്ത് എത്തിയതായി അങ്ങനെയും ചില പണ്ഡിതന്മാർ എഴുതി വച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്ത് എത്തിയത് തിങ്കളാഴ്ച തന്നെയാണെന്ന് ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. മദീനത്ത് എത്തിയത് അള്ളാഹുവിൻ്റെ റസൂൽ തിങ്കളാഴ്ച തന്നെയാണ്. ആ തിങ്കളാഴ്ച ഏത് ദിവസമാണ് എന്നതിൽ ചില അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. അത് മുഅർരിഖീങ്ങളായ ആൾക്കാർ വിശദമായി പറഞ്ഞിട്ടുമുണ്ട്. പ്രിയപ്പെട്ടവരെ, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്ത് എത്തുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ആമിർ ഇബ്നു ഫുഹൈറയും കൂടെയുണ്ട്. ഇബ്നു വർദി റളിയല്ലാഹു അൻഹു അവിടുത്തെ താരീഖിൻ്റെ കൂട്ടത്തിൽ കണിശമായി ധാരാളം വിഷയങ്ങൾ പറഞ്ഞ ഒരാളാണ് ഇബ്നുൽ വർദി. ബഹ്ജയുടെ മുസന്നിഫാണ്. നമ്മൾ ദർസിൽ ഓതുന്ന തുഹ്ഫത്തുൽ വർദിയുടെ മുസന്നിഫാണ്. മഹാനവറുകൾ അവിടുത്തെ താരീഖിൽ എല്ലാം വിശദമായി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ബിഅ്സത്തും ആദൻ നബിയുടെ കാലവും ഇങ്ങനെ എല്ലാം മഹാനവറുകൾ അതിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വിശദമായി ആ വിഷയങ്ങൾ എഴുതിയ കൂട്ടത്തിൽ മദീനത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്തുമ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ഉണ്ട്, ആമിർ ഇബ്നു ഫുഹൈറയും കൂടെയുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മൗലയായ ആമിർ ഇബ്നു ഫുഹൈറയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടെ ഉണ്ടാകുമ്പോൾ
അസ്സലാസത്തു നഫറുൻ, 3 ആളുകളാണ് യാത്ര പുറപ്പെടേണ്ടത് എന്നുള്ള ആ ഹദീസ് അവിടെ അർത്ഥവത്താവുകയാണ്. ഗുഹയിൽ നിന്ന് ഇറങ്ങിയിട്ട് അഥവാ സൗർ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ആ യാത്രയിൽ ഉടനീളം മദീനത്തെത്തുന്നത് വരെ ആമിർ ഇബ്നു ഫുഹൈറയുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹിജറക്ക് അള്ളാഹുവിൻ്റെ റസൂൽ നല്ല ആസൂത്രണം നടത്തിയിട്ടുണ്ട്. ആസൂത്രണമില്ലാതെ നടത്തിയതല്ല ഈ ഹിജറ. കാരണം ഇതിനു മുമ്പ്, ഈ ഹിജറക്ക് മുമ്പ് നുബുവത്തിൻ്റെ 5-ാം വർഷത്തിൽ റജബിൽ 12 പുരുഷന്മാരും 4 സ്ത്രീകളും അടക്കം സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ മുത്ത് റസൂലുള്ളാഹിൻ്റെ പ്രിയപ്പെട്ട മകൾ റുഖയ്യ ബീവിയുമായി അങ്ങനെ 12ഉം 4ഉം 16 ആളുകൾ അബ്സീനിയയിലേക്ക് ഹിജറ പോയിട്ടുണ്ട്. അത് നുബുവത്തിൻ്റെ 5-ാമത്തെ വർഷമാണ്. ഇത് നുബുവത്തിൻ്റെ 13-ാമത്തെ വർഷമാണ് റസൂലുള്ളാഹിൻ്റെ പ്രസിദ്ധമായ ഹിജറ. ഈ 16 ആളുകൾ ഹിജറ പോകുമ്പോൾ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവും അതേപോലെ അവിടുത്തെ ഭാര്യ റസൂലുള്ളാഹിൻ്റെ മകൾ റുഖയ്യ ബീവിയും കൂടെ ഉണ്ടായിരുന്നു. തുടർന്ന് വീണ്ടും ഹിജറ പോകുന്നു 83 പുരുഷന്മാർ, 18 19 സ്ത്രീകളുമടക്കയുള്ള 2ാമത്തെ സംഘം. ആ 2ാമത്തെ സംഘം 2 ചരക്കുകപ്പലിലായിട്ടാണ് പോയത്. ഇന്നത്തെ നമ്മുടെ റോഹിംഗ്യ മുസ്ലിമീങ്ങൾ സഞ്ചരിക്കുന്നത് പോലെയുള്ള അത്രയും സൗകര്യമൊന്നും അന്നത്തെ ചരക്ക് കപ്പൽക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ആ യാത്രകളൊക്കെ ഓർക്കുമ്പോൾ നമുക്കതിന് ഹിജറയുടെ പരിവേഷം നൽകാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ അത് ഉലമാക്കൾ ചർച്ച ചെയ്യേണ്ടതാണ്, വലിയ ഉലമാക്കൾ ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷേ നമുക്കൊരു കാര്യം ഓർമ്മിക്കാൻ കഴിയും. ഫീ സഫീനത്തൈനി തിജാറത്തൈൻ, കച്ചവടവുമായി ബന്ധപ്പെട്ട അന്നത്തെ പായക്കപ്പലുകൾ, കച്ചവടവുമായി ബന്ധപ്പെട്ട കപ്പലിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അതിൽ കയറിയാണ് 100-ലധികം മുഅ്മിനീങ്ങളായ ആളുകൾ പോയത്. 83 പുരുഷന്മാരും 18 19 സ്ത്രീകൾ. അങ്ങനെ പോയ കൂട്ടത്തിൽ മഹാനായ ജാഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ജാഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നജാഷി രാജാവിൻ്റെ മുന്നിൽ ഇതേപോലെയുള്ള വലിയ സഭാഹാളിൽ തടിച്ചുകൂടിയ പാതിരിമാരെ മുന്നിൽ വെച്ച് ജാഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സൂറത്തുൽ കഹ്ഫിൻ്റെ ആദ്യ ഭാഗം, അവിടെയും ഓതിയത് സൂറത്തുൽ കഹ്ഫിൻ്റെ ആദ്യ ഭാഗമാണ്. സൂറത്തുൽ കഹ്ഫിൻ്റെ ആദ്യ ഭാഗം നജാഷി രാജാവ് കേട്ടപ്പോൾ കരഞ്ഞുപോയി എന്ന് ചരിത്ര കിതാബിൽ മുഴുവനും എഴുതിയിട്ടുണ്ട്. അപ്പോഴാണ് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറഞ്ഞത് സൂറത്തുൽ കഹ്ഫ് നേരത്തെ ഇറങ്ങിയതാണ്. അത് നേരത്തെ ഇറങ്ങിയതാണ്. നിങ്ങൾ ആലോചിക്കുക, ആ കഹ്ഫിൻ്റെ തുടക്കത്തിൽ തന്നെ ഹിജറ സംബന്ധിയായ സൂചനകളാണ്. അതാണ് ജാഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നജാഷി രാജാവിൻ്റെ മുന്നിൽ വെച്ച് ഓതിക്കേൽപ്പിച്ചത്. മഹാന്മാരായ ആ 100-ലധികം വരുന്ന സഹാബിമാരെ തിരിച്ചു വിളിക്കാൻ വേണ്ടി പോയ ആളുകളൊക്കെ മടങ്ങിപ്പോരേണ്ടി വന്നു. നജാഷി രാജാവ് യാതൊരു അനുമതിയും കൊടുത്തില്ല. അതെല്ലാം ചരിത്രത്തിൽ വളരെ വ്യക്തമാണ്. അവിടെ ഒരു കാര്യം ജാഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പാതിരിമാരെ മുന്നിൽ വെച്ച് നജാഷിയോട് പറഞ്ഞു, ഇവിടെ ഞങ്ങൾ ആക്രമിക്കപ്പെടില്ലെന്ന് ഞങ്ങൾക്കറിയാം. ഞാൻ ആ സംഭവങ്ങൾ വിശദമായി പറയുകയല്ല. പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആ വിഷയങ്ങൾ ശരിക്കും മനസ്സിലാക്കൽ ആവശ്യമാണ്. ഈ കാലഘട്ടത്തിൽ നമ്മളത് മനസ്സിലാക്കണം. ഹിജറയുടെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് അന്ന് ജാഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഔദ്യോഗിക ഹിജറ നടക്കുന്നതിൻ്റെ 13 ഏകദേശം 8 കൊല്ലം മുമ്പ് ജാഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അതിൽ മഹാനവറുകൾ പറഞ്ഞു, ഇവിടെ ഞങ്ങൾ ആക്രമിക്കപ്പെടുകയില്ല. ഞങ്ങളുടെ വിശ്വാസമനുസരിച്ച് ഇവിടെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ തിരിച്ചയക്കരുത്. അതിനാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പോയ 2 ആളുകൾ അവിടെ നിന്ന് പറഞ്ഞത്, ഇവിടെ വന്നിരിക്കുന്നു സുഫഹാ വന്നിരിക്കുന്നു, ജുഹലാ വന്നിരിക്കുന്നു. നിങ്ങളെ ദീനിലും അവർക്ക് വിശ്വാസമില്ല, അതോടുകൂടെ ഞങ്ങളതിലും വിശ്വാസമില്ലാത്തൊരു കൂട്ടം ആൾക്കാരാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാണ് അവർ സംസാരിച്ചത്. അതെല്ലാം നല്ലവണ്ണം കേട്ട് മഹാനായ ജാഫർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ പ്രസംഗം റഹീഖുൽ മഖ്തൂം അടക്കമുള്ള സുബുലുൽ ഹുദാ വർ റഷാദ് അടക്കമുള്ള എല്ലാ കിതാബുകളിലും നല്ലപോലെ എഴുതി വെച്ചിട്ടുണ്ട്. ആ പ്രസംഗം ഇന്ന് വളരെ പ്രസക്തമാണ്. എന്തായിരുന്നു ഹിജറയുടെ ലക്ഷ്യം? ആ പ്രസംഗത്തിൽ കാണാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീൻ അത് എക്കാലത്തും സമഗ്രമാണെന്ന് രാജാവിൻ്റെ മുന്നിൽ നിസ്സങ്കോചം മഹാനായ ജാഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സമർത്ഥിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോകുന്നതിന് മുമ്പ്
അങ്ങനെ 2 ഹിജറ നടത്തിയിട്ടുണ്ട്. അത് കച്ചവട ചരക്കുകൾ കയറ്റുന്ന കപ്പലിലായിരുന്നു. 2 കപ്പലിലായിട്ടായിരുന്നു 100-ലധികം സഹാബിമാർ പുറപ്പെട്ടിരുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഔദ്യോഗിക ഹിജറ നടത്തുന്നതിൻ്റെ ഏകദേശം 1 വർഷം മുമ്പ് തന്നെ മഹാനായ അബൂ സലമ റളിയല്ലാഹു അൻഹു ഹിജറ പോയിട്ടുണ്ട്. അതേപോലെ തന്നെ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ഹിജറ പോയിട്ടുണ്ട്. അബൂ സലമയുടെ ഹിജറ അത് വലിയ സംഭവമാണ്, നമ്മളത് പഠിക്കേണ്ടതാണ്. അബൂ സലമ പോയപ്പോൾ ഉമ്മു സലമയെ പോകാൻ സമ്മതിച്ചില്ല. ഉമ്മു സലമയെ തടഞ്ഞു വെച്ചു. ഓരോ ദിവസവും പുറത്തേക്കിറങ്ങി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ കരഞ്ഞ് കണ്ണീരൊലിപ്പിച്ചിരുന്നത് ചരിത്രത്തിൽ കാണാം, പോകാൻ കഴിയാഞ്ഞിട്ട്. എന്നിട്ട് അവസാനമാണ് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹക്ക് പോകാൻ കഴിഞ്ഞത്. സഹാബത്തിൻ്റെ ഹിജറ പോയ വിവിധ രൂപങ്ങൾ നമുക്ക് കിതാബിൽ കാണാൻ സാധിക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ഹിജറ പോകുന്നതിന് മുമ്പ് തന്നെ അവിടെ മദീനയിൽ വേണ്ട ഒരുക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അഖബ ഉടമ്പടിയിലൂടെ മദീനക്കാരുമായി ഉടമ്പടി നടത്തിയിട്ടുണ്ട്. മദീനക്കാർ മുത്തുനബിയെ ക്ഷണിച്ചിട്ടുണ്ട്. അങ്ങനെ ആസൂത്രണം നടത്തുന്നതോടുകൂടെ തന്നെ പ്രിയപ്പെട്ടവരെ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ ഇത് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. സൗർ പർവ്വതത്തിൽ വെച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത് ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അങ്ങനെ ആത്മീയമായ എല്ലാം ഉള്ളതോടുകൂടെ തന്നെ ആത്മീയമായി 100% മാർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെന്നതിൽ എന്താ തർക്കമുള്ളത്? സിദ്ദീഖ് എന്നവർക്ക് കൊടുക്കാൻ പറ്റുമെന്നതിൽ എന്താ തർക്കമുള്ളത്? അതോടുകൂടെ തന്നെ എല്ലാവിധ ആസൂത്രണങ്ങളും മഹാനായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടാണ് ഹിജറ നടത്തിയിട്ടുള്ളത്. എത്രത്തോളം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് വരെ വിഷയം പറഞ്ഞില്ല. അവിടെ വീട്ടിലെത്തുമ്പോഴാണ് സിദ്ദീഖ് എന്നവർ അറിയുന്നത്. വീട്ടിലെത്തിയ ഉടനെ പറഞ്ഞു, നിങ്ങളെ അടുത്തിരിക്കുന്ന ആളുകളോടൊക്കെ ഉഖ്റുജ്, അവരോടൊക്കെ ഒന്ന് പുറത്തേക്ക് മാറാൻ വേണ്ടി പറയും. ഉഖ്റുജ് അഖ്രിജ് മൻ ഇൻദക്, നിങ്ങളെ അടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് നിങ്ങൾ പുറത്തേക്ക് വിടണം, അവരൊക്കെ ഒന്ന് പുറത്തേക്ക് പോകട്ടെ, ചെറിയ സ്വകാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതിൻ്റെ 2 പെൺകുട്ടികളാണ്, അവിടുത്തെ ഭാര്യയാണ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുമായിട്ടുള്ള അഖ്ദുൻ നിക്കാഹ് ഹിജറയ്ക്ക് മുമ്പ് നടന്നിട്ടുണ്ട്. ഖദീജ ബീവിയുടെ വഫാത്തിൻ്റെ ഉടനെ ആയിഷ ബീവിയുമായിട്ടുള്ള നിക്കാഹ് നടന്നു. പക്ഷേ സൗദ ബീവി റളിയല്ലാഹു തആല അൻഹയുമായിട്ടുള്ള ഒന്നിച്ചുള്ള ജീവിതമാണ് തുടങ്ങിയത്. 2 പേരും ഹിജറൻ്റെ മുമ്പ് തന്നെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ചരിത്രത്തിൽ കാണാൻ സാധിക്കും. സൗദ ബീവി അന്ന് ഭാര്യയായിട്ടുണ്ട്. ഖദീജ ബീവിയും അബൂ താലിബൊക്കെ വഫാത്തായതിനു ശേഷമാണല്ലോ ഹിജറ നടക്കുന്നത്. ആ സൗദ ബീവിയോട് പോലും പറഞ്ഞില്ല. സൗദ ബീവി അതേപോലെ ആയിഷ ബീവി അടക്കമുള്ള ആളുകളൊക്കെ പിന്നീടാണ് ഹിജറ പോകുന്നത്. സൈനബ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഹിജറ പോകാൻ കഴിഞ്ഞില്ല. അവിടുത്തെ ഭർത്താവ് അബുൽ ആസ് തടസ്സം നിന്നതുകൊണ്ട് സൈനബ ബീവിക്ക് പിന്നെ ഹിജറ പോകാൻ പറ്റിയത് ബദറിനോട് അനുബന്ധിച്ച സമയത്തായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. മഹാനായ ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അബ്സീനിയയിൽ നിന്ന് പിന്നീട് ഖൈബറൊക്കെ നോക്കുമ്പോഴാണ് മടങ്ങി വന്നത്. അതുവരേക്കും അബ്സീനിയയിൽ തന്നെയായിരുന്നു ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു കഴിഞ്ഞിരുന്നതെന്ന് കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ വളരെ രഹസ്യമായി, ആരും അറിയാത്ത രൂപത്തിൽ രഹസ്യമായി കൈകാര്യം ചെയ്തു. എല്ലാ കാര്യങ്ങളും രഹസ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെച്ചു. വഴികാട്ടിയായി അബ്ദുല്ലാഹി ബിൻ ഉറൈഖ, ആ ഉറൈഖ മുശ്രിക്കായിരുന്നു, മറ്റ് മതത്തിൽപ്പെട്ട ആളായിരുന്നു ഉറൈഖ. ആ ഉറൈഖ വഴികാട്ടിയായിട്ടുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ രഹസ്യമായിട്ട് തന്നെ വെച്ചത് ഹിജറയുടെ വലിയ ആസൂത്രണമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹിജറ പോകുന്നതിൻ്റെ മുമ്പ് അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ മക്ക മുശ്രിക്കീങ്ങളായ ആളുകൾ അവിടുത്തെ ഏൽപ്പിച്ച അമാനത്ത് സ്വത്തുക്കൾ അത് മുഴുവനും തിരിച്ചേൽപ്പിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാം ഏൽപ്പിച്ചു കൊടുത്തു. അല്ലമീനാണല്ലോ, തുല്യതയില്ലാത്ത വിശ്വസ്തനാണല്ലോ. വിശ്വസ്തൻ എന്ന് പറഞ്ഞാൽ പോരാ, അല്ലമീന് തുല്യതയില്ലാത്ത വിശ്വസ്തനാണ്. എല്ലാം തിരിച്ചേൽപ്പിക്കാൻ വേണ്ടി അലി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി നമുക്ക് ഹിജറ കലണ്ടറിനെ സംബന്ധിച്ച് പറയാം. അഹ്സനി എത്ര സമയം? 15 മിനിറ്റ് വരാം. ചുരുക്കണമെങ്കിൽ ചുരുക്കാം. നിർണിത സമയത്ത് നമുക്ക് പിരിയേണ്ടതുണ്ട്. ഇതെല്ലാം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റില്ല എന്ന് നമുക്കൊക്കെ അറിയാം. ചർച്ചക്കിടുകയാണ്. ധാരാളം വിഷയങ്ങൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹിജറ
വലിയ ഒരു പാഠം തന്നെയാണ് ഹിജറയുടെ ഹുക്കുമ്, ഹിജറ പോയതെങ്ങനെയാണ്, ഈ കാലഘട്ടത്തിൽ അതിൻ്റെ പ്രസക്തി, ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ ചർച്ച ചെയ്യുകയും അതിൻ്റെ വിഷയങ്ങൾ മുഴുവനും നമുക്ക് കയ്യെത്തുന്ന അകലത്തിൽ ഇന്ന് ലഭ്യമാണ്. ഹിജറ കലണ്ടർ. കലണ്ടർ എന്ന് പറഞ്ഞാൽ കലണ്ടേ എന്ന പദത്തിൽ നിന്ന് വന്നതാണ് കലണ്ടർ. പ്രാചീന റോമൻ കലണ്ടറുകളിൽ ആദ്യ ദിവസത്തിന് കലണ്ടേ എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് കണക്ക് കൂട്ടുക എന്ന അർത്ഥമുള്ള, റോമൻ ഭാഷയാണ് അതെന്നാണ് തോന്നുന്നത്, കണക്ക് കൂട്ടുക എന്ന അർത്ഥമുള്ള കലണ്ടർ എന്നുള്ള പ്രയോഗം ലോകവ്യാപകമായി വന്നത്. സമയം മനസ്സിലാക്കാൻ മനുഷ്യന്മാർ കണ്ടെത്തിയ മാർഗമാണ് 60 സെക്കൻഡിന് 1 മിനിറ്റ്, 60 മിനിറ്റിന് 1 മണിക്കൂർ, 24 മണിക്കൂർ കൂടുമ്പോൾ 1 ദിവസം. അതെന്താ അങ്ങനെ കണക്കാക്കിയത്? അതും ചരിത്രകാരന്മാർ പറയുന്നത് ഈജിപ്തിലെ പഴയ വംശജരായ സുമേറിയൻ വംശജന്മാർ ഏത് കാര്യവും വിധിച്ചിരുന്നത് 60 എന്ന അക്കത്തിലായിരുന്നു. അതുകൊണ്ടാണ് 60 സെക്കൻഡ്, 60 മിനിറ്റ്, ഇങ്ങനെ ഒരു 60 കൊണ്ട് ഈ സമ്പ്രദായങ്ങളൊക്കെ വന്നത് എന്ന് പുസ്തകങ്ങളിൽ കാണാൻ സാധിക്കും. അഥവാ നമുക്ക് മിനിറ്റുകളും സെക്കൻഡുകളും അതേപോലെ തന്നെ ദിവസങ്ങളും എല്ലാം അറിയാനുള്ള ഒരു സംവിധാനമാണ് കലണ്ടർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 3 തരം കലണ്ടർ ഇന്ന് നിലവിലുണ്ട്. ഒന്ന് ചാന്ദ്രിക മാസങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള ആ രൂപത്തിലുള്ള കലണ്ടർ, അതിനെ സംബന്ധിച്ച് ലൂണാർ ഇയർ എന്ന് പറയും. ആ രൂപത്തിലുള്ള കലണ്ടർ, ചാന്ദ്രിക വർഷം അടിസ്ഥാനമാക്കി മാസങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചന്ദ്ര കലണ്ടർ ഒന്ന്. രണ്ടാമത്തത് സൗര കലണ്ടർ. മൂന്നാമത്തത് ചന്ദ്ര സൗര കലണ്ടറുകൾ. ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന കലണ്ടറുകളിൽ ആദ്യം ഇവിടെ പ്രസിദ്ധമായത് ജൂലിയൻ കലണ്ടറുകളായിരുന്നു. ഇപ്പോൾ നിലവിലുള്ള ഗ്രിഗോറിയൻ കലണ്ടർ, അതേപോലെ തന്നെ ഹിജറ കലണ്ടർ. ഇതിൽ ഹിജറ കലണ്ടർ അല്ലാത്ത കലണ്ടറുകളൊക്കെ തന്നെ സൗര വർഷം അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഹിജറ കലണ്ടർ അത് ചാന്ദ്രിക വർഷവും മാസവും അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ളതാണ് ഹിജറ കലണ്ടർ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യ കാലഘട്ടങ്ങളിൽ അഥവാ ഈ ജൂലിയൻ കലണ്ടറൊക്കെ നിലവിൽ വരുന്നതിൻ്റെ മുമ്പ് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ചാന്ദ്രിക കലണ്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് അടിസ്ഥാനമാക്കിയായിരുന്നു ദിവസങ്ങളും മാസങ്ങളും ഒക്കെ രേഖപ്പെടുത്തിയിരുന്നത്. ലൂണാർ ഇയറിൽ അഥവാ ചാന്ദ്രിക മാസങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള കലണ്ടറിൽ ഒരു അമാവാസി രാവിന് ശേഷം ചന്ദ്രനെ കാണുന്ന ദിവസം മുതൽ 30 ദിവസം പൂർത്തിയായാൽ 1 മാസമായി കണക്കാക്കപ്പെട്ടിരുന്നു. അതിലൊക്കെ പിന്നീട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരു അമാവാസിയിൽ നിന്ന് മറ്റൊരു അമാവാസിയിലെത്താൻ 29 ദിവസവും 29.53 ദിവസങ്ങളാണ് വേണ്ടിയിരുന്നത്. അതുകൊണ്ട് മാസങ്ങൾക്ക് 29 ദിവസമായും 30 ദിവസമായും കണക്കാക്കപ്പെട്ടിരുന്നു. പിന്നീട് അതിൽ മാറ്റം വന്നു. 29 ദിവസം 12 മണിക്കൂർ 44 മിനിറ്റ് 2.78 സെക്കൻഡ്. ഇതാണ് ഇന്ന് ചാന്ദ്രിക മാസമായി കണക്കാക്കപ്പെടുന്നത്. എന്ന് വെച്ചാൽ ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നതിന് ഈ ദിവസം അനിവാര്യമാണ്. ഒരു വട്ടം ചന്ദ്രൻ ഭൂമിയെ ചുറ്റുമ്പോൾ 29 ദിവസം 12 മണിക്കൂർ 12 44 ദഖീഖ 44 മിനിറ്റ് 2.78 സെക്കൻഡ് സമയം ആവശ്യമാണ്. അങ്ങനെ വരുമ്പോൾ ഈ രൂപത്തിലുള്ള 12 മാസം കൂടുമ്പോൾ ഒരു വർഷമായി ചാന്ദ്രിക വർഷമായി കണക്കാക്കപ്പെടുന്നു. ഇത് 12 കൂടുമ്പോൾ ഒരു വർഷമായി കണക്കാക്കപ്പെടുന്നു. അങ്ങനെയാകുമ്പോൾ ഒരു വർഷത്തിന് ചാന്ദ്രിക വർഷത്തിൽ 354 ദിവസവും 8 മണിക്കൂറും 48 മിനിറ്റും 33.36 സെക്കൻഡും വേണ്ടിവരും ഒരു വർഷത്തിന്. ഇത് 3 വർഷം കൂടുമ്പോൾ 355 ദിവസമായി വരും. അപ്പോൾ ചാന്ദ്രിക വർഷം 354 ലീപ്പ് വർഷമാകുമ്പോൾ അത് 355 മാറുന്നു. ഇങ്ങനെയാണ് ചാന്ദ്രിക വർഷം കണക്കാക്കപ്പെടുന്നത്. അതടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മുടെ ഹിജറ കലണ്ടർ രൂപപ്പെട്ടിട്ടുള്ളത്. നേരെ മറിച്ച് സൗര
കലണ്ടറിൻ്റെ അടിസ്ഥാനം അത് സൂര്യനുമായി ബന്ധപ്പെട്ടതാണ്. സൂര്യനും ചന്ദ്രനും ഭൂമിയും ഇത് മൂന്നും കൂടി ബന്ധപ്പെട്ടിട്ടാണ് ഈ കലണ്ടറുകൾ മുഴുവനും. ആ തഖ്വീമുൽ ഹിസാബിയായിരുന്നാലും ഏത് തഖ്വീമായിരുന്നാലും എല്ലാം നിലകൊള്ളുന്നത് ഇത് മൂന്നും ബന്ധപ്പെട്ടുകൊണ്ടിട്ടാണ്. ഭൂമി സൂര്യനെ ചുറ്റാൻ ഒരു തവണ ചുറ്റാൻ 365.25 ദിവസം എടുക്കുന്നു. 4 വർഷം കൂടുമ്പോൾ 25 4 കൂട്ടുമ്പോൾ അത് 366 ദിവസമായി വരുന്നു. ഹിജറ വർഷവും അഥവാ ചാന്ദ്രിക വർഷവും സൗരവർഷവും കൂടി 11 ദിവസത്തെ വ്യത്യാസമാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഒരു സൗരവർഷം സാധാരണ ഒരു സൗരവർഷം കണക്കാക്കപ്പെടുന്നത് 365, അത് ലീപ്പ് വർഷമാകുമ്പോൾ 366 കണക്കാക്കപ്പെടുന്നു. ഈ 365-നെ 366-നെ 12 കൊണ്ട് ഹരിക്കുമ്പോൾ കൃത്യതയ്ക്ക് വേണ്ടി 28, 30, 31 ഈ രൂപത്തിലാണ് സൗരവർഷം മാസങ്ങൾ ഇന്ന് നമ്മുടെ മുന്നിലുള്ളത്. 28 ഫെബ്രുവരി മാത്രമാണ് 28 ഉള്ളത്. ആ 28 അത് ലീപ്പ് വർഷമാകുമ്പോൾ ഫെബ്രുവരി 29 ആകും. അങ്ങനെ 28, 29 അങ്ങനെ ബാക്കിയുള്ളത് 30, 31 രൂപത്തിലാണ്. അത് നേരത്തെ പറഞ്ഞ 365-നെ അല്ലെങ്കിൽ 366-നെ 12 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നത് കൃത്യതയ്ക്ക് വേണ്ടി അങ്ങനെ ആക്കിയതാണ്. അങ്ങനെ വരുമ്പോൾ 365 ദിവസമോ അല്ലെങ്കിൽ 366 ദിവസമോ ആയിരിക്കും സൗരവർഷത്തിൽ ഉള്ള ദിവസങ്ങളെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പല വർഷങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കൊല്ലവർഷം ഇപ്പോഴും നിലവിലുണ്ട്. ശകവർഷം അത് നേരത്തെ നമ്മുടെ ഭാരത സർക്കാർ, ഇന്ത്യ സർക്കാർ അംഗീകരിച്ച ഒന്നാണ് ശകവർഷം. ശകവർഷത്തിൽ 32 ദിവസം വരേക്കുമുണ്ട് ഒരു മാസത്തിന്. നമ്മുടെ ശർഈയായിട്ട് 29 അല്ലെങ്കിൽ 30 ഉണ്ടാകും. അതിൻ്റെ അപ്പുറം നമ്മുടെ ശർഈയായിട്ടുണ്ടാവില്ല. ആ തഖ്വീമുൽ ഹിജ്രിയിൽ അതിൻ്റെ അപ്പുറം ഉണ്ടാവുകയില്ല. ഋതുക്കൾ അനുസരിച്ചാണ് സൗരവർഷം ക്രമീകരിക്കപ്പെട്ടത്. അഥവാ ഖത്തുൽ ഇസ്തിവായിൽ നിന്ന് ഭൂമധ്യരേഖയിൽ നിന്ന് വടക്കോട്ടും തെക്കോട്ടുമായി തെറ്റിയിട്ട് സൂര്യൻ സഞ്ചരിക്കുമ്പോൾ തശ്രീഹുൽ അഫ്ലാക്കിലൊക്കെ പറഞ്ഞല്ലോ, ഖജ്ലായസ് 23 ദറജ 30 ദഖീഖ 18 സാനിയ. ഈ രൂപത്തിൽ അത് ഏകദേശ കണക്കാണ്. ഓരോ വർഷത്തിലെയും മൈല് സൂര്യൻ തെറ്റി നടക്കുന്നത് ഇന്ന് വളരെ വ്യക്തമായി നോട്ടിക്കൽ അൽമനാക്ക് നോക്കിയാൽ, നാസ അടക്കമുള്ളവർ അംഗീകരിച്ചതാണ്. അത് നോക്കിയാൽ ഓരോ വർഷത്തെയും മൈല് വ്യക്തമായി ഇന്ന് നമുക്ക് ലഭിക്കും. നേരെ മറിച്ച് കഴിഞ്ഞ കാലഘട്ടത്തിൽ അതൊക്കെ കണ്ടുപിടിക്കാനും മറ്റുമൊക്കെ വലിയ പ്രയാസമായിരുന്നു. ഏതായിരുന്നാലും പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ വ്യത്യാസമാണ് ഹിജ്റ കലണ്ടറും അതേപോലെ തന്നെ ഇന്ന് കാണുന്ന സൗര കലണ്ടറിൽപ്പെട്ട ഗ്രിഗോറിയൻ കലണ്ടറും തമ്മിലുള്ളത്. അവർ സൗരവർഷം കണക്കാക്കുന്നു, നമ്മൾ ഹിജർ വർഷം കണക്കാക്കുന്നു. ചന്ദ്രൻ്റെ ഗതി അനുസരിച്ചാണ് നമ്മൾ കണക്കാക്കുന്നത്. അവർ ആ മറ്റേ രൂപത്തിലും കണക്കാക്കപ്പെടുന്നു. ഏതായിരുന്നാലും ശരി, ഈ അത്തഖ്വീമുൽ ഹിജ്രി എന്ന് പറയുന്ന ഒരു സമ്പ്രദായം അഥവാ ഹിജറ കലണ്ടർ എന്ന് പറയുന്ന സമ്പ്രദായം അത് സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടം മുതൽക്കാണ് അത് വന്നിട്ടുള്ളത്. അതിൻ്റെ മുമ്പ് 12 മാസം തന്നെയായിരുന്നു. വർഷത്തിന് 12 മാസം എന്നുള്ളത് അത് ദുനിയാവുള്ള കാലം മുതൽക്കുള്ളതാണ്. അത് നേരത്തെയുള്ളതാണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനൊരു മുസ്ലിമീങ്ങൾക്കൊരു കലണ്ടർ എന്ന രൂപം സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഭരണകാലഘട്ടത്തിൽ ഹിജറ 17-നാണ് അത് നടന്നത്. AD 638 ജൂലൈ മാസം 9-ന് വ്യാഴാഴ്ചയായിരുന്നു ആ സംഭവം ഉണ്ടായിരുന്നത്. അപ്പോൾ ഹിജറ കലണ്ടർ നിലവിൽ വന്നത് AD 638 ജൂലൈ മാസം 9-നാണ്. ജുമാദുൽ ആഖിർ 20 വ്യാഴാഴ്ചയായിരുന്നു ഹിജറ കലണ്ടർ നിലവിൽ വന്നത്. ആ കലണ്ടർ നിലവിൽ വരാനുള്ള കാരണം അത് വരുത്തിയത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. അതിൻ്റെ കാരണം ഫത്ഹുൽ ബാരി 7:268 വദക്കറു ഫീ സബബി അമലി ഉമറ അത്താരീഖ അശ്യാഅ മിൻഹ എന്ന് പറഞ്ഞ് ഫത്ഹുൽ ബാരിയിൽ പറയുന്നുണ്ട്. അബൂ മുസൽ അശ്അരി റളിയല്ലാഹു തആല അൻഹുവിനിക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുതിയ കത്തിൽ താരീഖ് എഴുതാത്തത് കൊണ്ട്, ഡേറ്റ് എഴുതാത്തത് കൊണ്ട് ഒന്നിലധികം കത്തുകൾ വന്നിരുന്നു. ഏത് കത്താണ് ആദ്യം വന്നത്, ഏത് കത്താണ് പിന്നെ വന്നത് എന്നറിയാത്തത് കൊണ്ട് ആദ്യം ചെയ്യേണ്ട പരിപാടികളുണ്ട്, പിന്നെ ചെയ്യേണ്ട പരിപാടികളുണ്ട്. അതുകൊണ്ട് ഡേറ്റ് അറിയാത്തത് കൊണ്ടുള്ള വിഷമം
നിയമം സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ശ്രദ്ധയിൽ അബൂ മുസൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു പെടുത്തിയപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മീറ്റിംഗ് വിളിക്കുകയും ആ മീറ്റിങ്ങിൽ സംബന്ധിച്ച ആളുകളോട് കാര്യം പറയുകയും നമുക്കൊരു കലണ്ടർ ഉണ്ടാക്കണമെന്ന അഭിപ്രായം മഹാനവറുകൾ പറയുകയും അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ ഏതാണ് അടിസ്ഥാനമാക്കേണ്ടത് എന്ന് ചോദിച്ചു. ഖാല ഖൗമുൻ അർജിഖൂ ലിൽ മൗലിദ്. ഫത്ഹുൽ ബാരിയിൽ കാണാം സഹാബത്തിൻ്റെ കൂട്ടത്തിൽ നിന്ന് ആദ്യം പറഞ്ഞത് നമുക്ക് റസൂലുള്ളാഹിൻ്റെ ജന്മദിനം അടിസ്ഥാനമാക്കിയിട്ട്, അഥവാ ആ ജന്മം ഉൾക്കൊള്ളുന്ന മാസം അടിസ്ഥാനമാക്കിയിട്ട്, ആ വർഷം അടിസ്ഥാനമാക്കിയിട്ട് കലണ്ടർ ഉണ്ടാക്കാം. അർജിഖൂ ലിൽ മൗലിദ് ഫത്ഹുൽ ബാരിയിൽ കാണാം. ആ മാസത്തിന് പ്രാധാന്യമുണ്ട്, റസൂലുള്ളാഹിൻ്റെ ജന്മത്തിന് പ്രാധാന്യമുണ്ട് എന്ന് സ്വഹാബത്തിന് അറിയുന്നത് കൊണ്ടാണ് അവർ ആദ്യം അത് നിർദ്ദേശിച്ചത്. വഖാല ഖായിലുൻ, വേറെ ചില ആൾക്കാർ അവിടെ നിന്ന് പറഞ്ഞു, ലിൽ മബ്അസ്, റസൂലുള്ളാഹിനെ പ്രവാചകനാക്കിയത് മുതൽക്കാകാം. ഖാല ഖായിലും മിൻ ഹീന ഖറജ മുഹാജിറൻ, മുഹാജിറായി കൊണ്ട് പുറപ്പെട്ട അന്ന് മുതൽക്കാകാമെന്ന് പറഞ്ഞപ്പോൾ വഖാല ഖായിലും മിൻ ഹൈസു തൂഫിയ, റസൂലുള്ളാഹി വഫാത്തായത് മുതൽക്കാകാമെന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ വന്നപ്പോൾ ഫഖാല ഉമറു അർജിഹു മിൻ ഖുറൂജിഹി മിൻ മക്ക ഇലൽ മദീന, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെട്ട സംഭവം ഞാൻ ചുരുക്കുന്നു. ഈ സംഭവം 4 വിഷയം അവിടെ വന്നു. ഒന്ന് മൗലിദ് അടിസ്ഥാനമാക്കാം, മറ്റൊന്ന് മബഅസ് അടിസ്ഥാനമാക്കാം, മറ്റൊന്ന് വഫാത്ത് അടിസ്ഥാനമാക്കാം. ഇതൊന്നും കിസ്ബ് കൊണ്ടുള്ളതല്ല, അതൊന്നും കിസ്ബ് കൊണ്ടുള്ളതല്ല, ഹിജറ കിസ്ബ് കൊണ്ടുള്ളതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ഹിജറയാണ് ഹക്കിൻ്റെയും ബാത്തിൻ്റെയും ഇടയിൽ വിവേചനമുണ്ടാക്കി തീർത്തത്. അതുകൊണ്ട് അതാക്കണമെന്ന് മഹാനവറുകൾ പറയുകയും അത് തിരഞ്ഞെടുക്കുകയും. രണ്ടാമതായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങുക, നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം, ബി അയ്യിൻ നബ്ദഉ, ഏത് മാസമാണ് തുടങ്ങേണ്ടത്? ഫഖാല ഖൗമുൻ മിൻ റജബ്, റജബിൽ നിന്ന് തുടങ്ങാം. വഖാല ഖായിലുൻ മിൻ റമളാൻ فقال عثمان أرخ المحرم فإنه شهر حرام وهو أول السنة ومنصرف الناس من الحج. നമുക്ക് മുഹറം മുതൽക്കാക്കാം. ആ മുഹറം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മീലാദിൻ്റെ അവിടുത്തെ ജനനത്തിൻ്റെ മുമ്പുള്ളതാണോ ശേഷമുള്ളതാണോ എന്ന് മറ്റൊരു ചർച്ചയാണ്. ഏതായിരുന്നാലും മുഹറം മുതൽക്ക് നമുക്കാകാം എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്ന് ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞതിന് ശേഷം മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ എഴുതുകയാണ്, ഫസ്തഫദ്നാ മിൻ മജ്മൂഇ ഹാദിഹിൽ ആസാർ അന്നല്ലദീ അശാറ ബിൽ മുഹറമി ഉമർ വ ഉസ്മാൻ വ അലി റളിയല്ലാഹു അൻഹും. മുഹറം കൊണ്ട് നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്, അലി റളിയല്ലാഹു തആല അൻഹു ആണ്. ഇങ്ങനെ ഇവരാണ് മുഹറം കൊണ്ട് നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞതെന്ന് ഫത്ഹുൽ ബാരിയിൽ കാണാം. ഏതായിരുന്നാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയാണ് ഹിജ്റ കലണ്ടർ നിലവിൽ വരുന്നത്. ഒരു മാസത്തിന് 29 ദിവസവും 12 മണിക്കൂറും 48 മിനിറ്റുമാകുമ്പോൾ അൽ ഹിസാബുൽ ഫലക്കി അടിസ്ഥാനത്തിൽ ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ ഹിജ്റ കലണ്ടർ അൽ ഹിസാബുൽ ഫലക്കി ഉണ്ട്, ഇസ്തിലാഹി ഉണ്ട്, അത്തഖ്വീമു ശർഈ ഉണ്ട്. അതിൽ അൽ ഹിസാബുൽ ഫലക്കി വരുന്നത് ഒരു മാസത്തിന് 29 ദിവസവും 12 മണിക്കൂറും 44 മിനിറ്റുമാണ്. അങ്ങനെ വന്നപ്പോൾ ഈ രണ്ടാമത്തെ മാസത്തിലെ അര ദിവസം 12 മണിക്കൂർ ഒന്നാമത്തെ മാസത്തിലെ 29-12 ചേർത്തിയിട്ട് ഒന്നാമത്തെ മാസം മുഹറം ഒന്നാമത്തെ മാസം 30, സഫർ 29, പിന്നെ അടുത്ത മാസം 30, ഇങ്ങനെ 1 30 1 29 എന്ന ഗണത്തിൽ കൂട്ടി വരികയും ഒന്നാമത്തെ മാസം 30 തന്നെ നിലനിർത്തുകയും ചെയ്തു. ഇതാണ് അൽ ഹിസാബുൽ ഫലക്കി. എന്നാൽ ഇസ്തിലാഹിയായ ഈ ഹിസാബ് എന്നുള്ളത്, ഇസ്തിലാഹിയായതായിരിക്കുന്ന ഹിസാബ് അതും ഈ രൂപത്തിൽ തന്നെയാണ് പോകുന്നത്. ഹിസാബുൽ ഫലക്കിയാകുമ്പോൾ അതങ്ങനെ തന്നെ നിലനിർത്തും. 29 ദിവസം 12 മണിക്കൂർ 44 മിനിറ്റ് എന്ന രൂപത്തിൽ തന്നെ നിലനിർത്തുമെങ്കിൽ അൽ ഇസ്തിലാഹിയായ ഹിസാബ് പ്രകാരം രണ്ടാമത്തെ മാസത്തിലെ 12 മണിക്കൂർ ഒന്നാമത്തെ മാസത്തിലെ 29-12 ഇങ്ങനെ കൂട്ടിയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞത് ഹിസാബുൽ ഇസ്തിലാഹിയാണ്, അതിലേക്ക് കൂട്ടിയിട്ട് ഒന്നാമത്തെ മാസം 30-ഉം രണ്ടാമത്തെ മാസം 29-ഉമായി അങ്ങനെ കണക്ക് കൂട്ടി വരും. ഇതാണ് അൽ ഹിസാബുൽ ഇസ്തിലാഹി. ഇതടിസ്ഥാനത്തിൽ പൂർവ്വകാലത്തൊക്കെ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നതായി നമുക്ക് കാണാം. എന്നാൽ അത്തഖ്വീമു ശർഈ ആകുമ്പോൾ മാസം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം. അതൊരു പക്ഷേ നമ്മൾ നേരത്തെ മുഹറം 30 തീരുമാനിച്ചിരുന്നെങ്കിൽ, നേരത്തെ സഫർ 29 തീരുമാനിച്ചിരുന്നെങ്കിൽ മാസത്തിൻ്റെ റുഇയത്ത് അനുസരിച്ച് അത് വ്യത്യാസപ്പെടാം.
മാസത്തിൻ്റെ റുയ്യത്തനുസരിച്ച് വ്യത്യാസപ്പെട്ടാലും നേരത്തെ പറഞ്ഞ ഈ 355, 354 പുറത്തേക്ക് ഏതായിരുന്നാലും ചന്ദ്രവർഷം പോകൂല. അത് വ്യത്യാസപ്പെട്ടാലും റുയ്യത്ത് കൊണ്ട് വ്യത്യാസപ്പെട്ടാലും റുയ്യത്ത് കൊണ്ട് ചിലപ്പം വ്യത്യാസപ്പെടുന്നത് നേരത്തെ 29 കലണ്ടറിലുള്ളത് 30 ആയേക്കാം, 30 കലണ്ടറിലുള്ളത് 29 ആയേക്കാം. അങ്ങനെ വ്യത്യാസപ്പെടുമെന്നല്ലാതെ ഈ 354, 55 നിന്ന് എങ്ങനെയായാലും ഇത് പുറത്തേക്ക് പോവുകയില്ല. അത് വിശദമായി മഹാനായ ഇബ്നു വർദി തൻ്റെ താരീഖിൽ പറയുകയും താരീഖ് എന്നത് തന്നെ മുഅറബാണെന്ന് മഹാനവറുകൾ സമർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. ജല്ല ജലാലുവായ അല്ലാഹു സുബ്ഹാനഹു വ തആല വിഷയങ്ങളൊക്കെ യഥാവിധി മനസ്സിലാക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുകയും ഇതിലേക്കൊക്കെ വളർന്നു വരുന്ന സമൂഹം ശ്രദ്ധ പതിപ്പിക്കുകയും ചെയ്യണമെന്നാണ് നമ്മുടെ ഈ സംവാദം കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ തീർപ്പ് കൽപ്പിക്കുകയല്ല, നമുക്ക് ഈ വിഷയത്തിലേക്കൊക്കെ ഇറങ്ങേണ്ടതുണ്ട്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പക്കൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. മുഹറം സഫർ എന്നുള്ള ആ നാമം നേരത്തെ തന്നെയുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തിൻ്റെ മുമ്പ് തന്നെയുണ്ട്. ചില ഗ്രന്ഥങ്ങളിൽ കഅബുന് മുറത്തിൻ്റെ കാലം മുതൽക്ക് തന്നെയുണ്ടെന്ന് കാണാം. വർഷത്തിന് 12 മാസവും അതേപോലെ തന്നെ ദിവസങ്ങളെ പേരും അതേപോലെ തന്നെ മാസങ്ങളെ പേരുമൊക്കെ നേരത്തെ തന്നെ ഉള്ളതാണ്. അതിന് ഒരു ഇസ്ലാമിക മാനം കണ്ടു ഹിജരി കലണ്ടർ മുതൽ. അഥവാ ആനക്കലഹ സംഭവം, അതേപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞത്, അതേപോലെ ദുൽഖർനൈൻ്റെ കാലം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെട്ടത്, ഇങ്ങനെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ അടിസ്ഥാനമാക്കിയായിരുന്നു അന്ന് അവർ വർഷവും ദിവസങ്ങളൊക്കെ കണക്ക് കൂട്ടിയിരുന്നെങ്കിൽ ഇനി നമുക്ക് നമ്മുടേതായ ഒരു രൂപം വേണമെന്നുള്ളൊരു തീരുമാനം അത് ഹിജറ 17 മുതൽക്കാണ്. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലം മുതൽക്കാണ്. അപ്പോൾ ഹിജറ കലണ്ടറിൻ്റെ സ്ഥാപകൻ ആരെന്ന് ചോദിച്ചാൽ സയ്യിദുന ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആണെന്ന് നമുക്ക് പറയാം. അതിന് ആധാരം അത് ചാന്ദ്രിക മാസവും വർഷവും ആണ്. ഗ്രിഗോറിയൻ കലണ്ടറിൻ്റെ ആധാരം അത് സൂര്യസംബന്ധിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു വേദി ഒരുക്കിയ നമ്മുടെ സഹോദരന്മാർ, ബഹുമാനപ്പെട്ട സുഹൃത്ത് മുഹമ്മദ് കോയ അഹ്സനി, അവരുടെ വിദ്യാർത്ഥികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, എല്ലാവരുടെ പക്കൽ നിന്നും അള്ളാഹു ഇത് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന മുഴുവൻ വിഷയങ്ങളും അള്ളാഹു നഫ്ഉള്ള ഉപകാരമുള്ളതാക്കി തീർക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.